Okay, നമ്മൾ മറ്റൊരു സെക്ഷനിലേക്ക് പോകുന്നത് നമ്മൾ നേരത്തെ പഠിച്ച 4 ടൈപ്പ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിന്റെ ഇക്വേഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഡെൽറ്റ പി ബൈ P10 ഈക്വൽ ടു W2 by W1 into M1 by M2. Second, elevation of boiling point delta TB equal to 1000 kb into W2 divided by W1 into M2. Third one, depression of freezing point delta TF equal to 1000 kf into W2 divided by W1 into M2. And the fourth one is osmotic pressure pi is equal to W2 RT divided by N2 into V. There are 4 equations നമ്മൾ നോക്കിയാൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസും മോളാർ മാസും തമ്മിലുള്ള റിലേഷൻ എങ്ങനെ എഴുതാം? ഓക്കെ, ഇവിടെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ മോളാർ മാസ് വന്നിരിക്കുന്നത് ഡിനോമിനേറ്ററിലാണ്. എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റിന്റെ ഇക്വേഷനകത്തും മോളാർ മാസ് വന്നിരിക്കുന്നത് ഡിനോമിനേറ്ററിലാണ്. അതേപോലെ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്, ഓസ്മോട്ടിക് പ്രഷർ എല്ലാം തന്നെ മോളാർ മാസ് M2ന്റെ ടേം വന്നിരിക്കുന്നത് എവിടെയാണ്? ഡിനോമിനേറ്ററിലാണ്. ഓക്കെ, ഇവിടെ നമുക്ക് മനസ്സിലാക്കാവുന്നത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മോളാർ മാസ്. ദാറ്റ് ഈസ് വെൻ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഇൻക്രീസസ് മോളാർ മാസ് ഡിക്രീസസ്. ഓക്കെ, നമ്മൾ നേരത്തെ പഠിക്കുകയുണ്ടായി കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് മീൻസ് ദ പ്രോപ്പർട്ടീസ് വിച്ച് ഡിപെൻഡ്സ് ഓൺ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഓർ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ്. As the number of solute particles increases, colligative properties also increases. Then molar mass decreases. So അങ്ങനെയാണെങ്കിൽ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ എടുക്കാം. നമുക്കറിയാം സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ സോഡിയം ക്ലോറൈഡ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ എ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. വാട്ട് ആർ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ്? യെസ്, ഇലക്ട്രോലൈറ്റ്സ് which dissociates completely in aqueous solution. അങ്ങനെയാണെങ്കിൽ നമ്മൾ 1 മോൾ NaCl എടുക്കുകയാണെങ്കിൽ ഈ NaCl അക്യൂസ് സൊല്യൂഷനകത്തേക്ക് ചെല്ലുമ്പോൾ 2 അയോണുകളായിട്ട് മാറും. ഏതൊക്കെയാ? Na പ്ലസും Cl മൈനസും. That is NaCl ionizes as Na plus and Cl minus. Therefore, if we take 1 mole of NaCl, we get 1 mole each of Na plus and Cl minus. Here, 1 mole NaCl gets dissociates to form 2 moles of ions. Okay, നമ്മുടെ അടുത്ത 1 മോൾ NaCl ആണെങ്കിൽ അതിപ്പോൾ 2 മോളായിട്ട് മാറി എന്ന് പറയുമ്പോൾ സൊല്യൂഷനകത്ത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഡബിൾ ആയി. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഡബിൾ ആകുമ്പോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഇൻക്രീസ് ചെയ്യും. അതേ സമയത്ത് മോളാർ മാസ് ഡിക്രീസ് ചെയ്യും. അങ്ങനെ ആകുമ്പോൾ ഇവിടെ നമ്പർ ഓഫ് മോൾസ് ഡബിൾ ആയപ്പോൾ നമ്മൾ ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡബിൾ ആയിരിക്കും. അതേ സമയത്ത് ഇത് ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന മോളാർ മാസോ ഹാഫ് ആയിട്ട് മാറും. ശരിയല്ലേ? കാരണം മോളാർ മാസും കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയും ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആയതുകൊണ്ട്. ഓക്കെ, അത് അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഈ പഠിച്ച കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി മെഷർമെന്റ് ഉപയോഗിച്ചുകൊണ്ട് മോളാർ മാസ് ഓഫ് അൺനോൺ സൊല്യൂട്ട് കണ്ടുപിടിക്കുമ്പോൾ അത് എല്ലായ്പ്പോഴും കറക്റ്റ് ആയിരിക്കുമോ? അല്ല. ഓക്കെ, ഇഫ് ദർ ഈസ് ഡിസോസിയേഷൻ ഓഫ് പാർട്ടിക്കിൾ ദ മോളാർ മാസ് ഒബ്റ്റെയിൻഡ് ഈസ് ഇൻകറക്റ്റ്. അതേപോലെ ചില സബ്സ്റ്റൻസ് ചില പ്രത്യേക സോൾവന്റിനകത്ത് അസോസിയേറ്റ് ചെയ്യും. ഒരു എക്സാമ്പിൾ ആണ് അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡ് നമ്മുടെ അസറ്റിക് ആസിഡിന്റെ ബെൻസീനുള്ള സൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ ഈ അസറ്റിക് ആസിഡ് 2 മോളിക്യൂൾ ചേർന്ന് 1 മോളിക്യൂളായിട്ട് മാറും. അതായത് ഡൈമറൈസേഷൻ സംഭവിക്കും. അസറ്റിക് ആസിഡിന്റെ 2 മോളിക്യൂളായി കാണിച്ചിരിക്കുന്നത് CH3COOH, ഇതും CH3COOH. ഇവിടെ കണ്ട ഈ 1 മോളിക്യൂളിനകത്തുള്ള ഓക്സിജൻ ആറ്റം തൊട്ടടുത്ത മോളിക്യൂളിനകത്തുള്ള ഹൈഡ്രജനുമായി ചേർന്നിട്ട് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യും. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ് ഇന്റർ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട്സ് അസോസിയേറ്റ് മോളിക്യൂൾസ്. ദാറ്റ് ഈസ് ഹിയർ മോളിക്കുലാർ അസോസിയേഷൻ ഒക്കേസ്. അതുകൊണ്ട് 2 മോളിക്യൂൾ അസറ്റിക് ആസിഡ് 1 മോളിക്യൂൾ അസറ്റിക് ആസിഡ് ആയിട്ട് മാറി. അപ്പോൾ ഇവിടെ സംഭവിച്ചത് മോളിക്യൂളിന്റെ എണ്ണം എന്ത് ചെയ്ത് ഡിക്രീസ് ചെയ്തു. ഓക്കെ, അല്ലെങ്കിൽ മോളിക്യൂളിന്റെ എണ്ണം ഇനിഷ്യലിന്റെ ഹാഫ് ആയിട്ട് മാറി. അങ്ങനെ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഡിക്രീസ് ചെയ്യുമ്പോൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിക്രീസ് ചെയ്യും. അതേസമയത്ത് മോളാർ മാസോ ഇൻക്രീസ് ചെയ്യും. എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഈ അസറ്റിക് ആസിഡിന്റെ മോളാർ മാസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ കിട്ടുന്ന വാല്യൂ ആക്ച്വൽ മോളാർ മാസിന്റെ ഡബിൾ ആയിരിക്കും. കണ്ടീഷൻ ഉണ്ട്, ഇഫ് ദർ ഈസ് 100% അസോസിയേഷൻ. നമ്മൾ എടുക്കുന്ന സബ്സ്റ്റൻസ്, നമ്മൾ എടുക്കുന്ന സോൾവന്റിനകത്ത് അസോസിയേറ്റ് ചെയ്യുകയോ ഡിസോസിയേറ്റ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ കിട്ടുന്ന മോളാർ മാസ് ആക്ച്വൽ മോളാർ മാസ് ആയിരിക്കത്തില്ല. ചിലപ്പോൾ അത് ആക്ച്വൽ മോളാർ മാസിനേക്കാൾ കൂടിയിരിക്കാം, ചിലപ്പോൾ കുറഞ്ഞിരിക്കാം. അങ്ങനെ കിട്ടുന്ന മോളാർ മാസിന്റെ പേര് പറയും that is abnormal molar mass. What is meant by abnormal molar mass എന്ന് വെച്ചാൽ
the molar mass obtained by colligative property measurement is incorrect if there is association or dissociation of particles. Such molar mass is termed as abnormal molar mass. Okay, നമ്മൾ എടുക്കുന്ന സൊല്യൂഷനകത്ത് അസോസിയേഷനോ ഡിസോസിയേഷനോ സംഭവിക്കുകയാണെങ്കിൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി മെഷർമെന്റിലൂടെ കണ്ടുപിടിക്കുന്ന മോളാർ മാസ് ആക്ച്വൽ മോളാർ മാസിന് ഈക്വൽ ആയിരിക്കത്തില്ല. ഓക്കെ, അങ്ങനെ കിട്ടുന്ന മോളാർ മാസിന്റെ പേരാണ് അബ്നോർമൽ മോളാർ മാസ്. ഈ അബ്നോർമൽ മോളാർ മാസ് നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യാം? ഈ അബ്നോർമൽ മോളാർ മാസിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി 1880 വാൻ ഹോഫ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഒരു ഫാക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആ ഫാക്ടറിന്റെ പേരാണ് വാൻ ഹോഫ് ഫാക്ടർ, നൊട്ടേറ്റഡ് ബൈ ദി ലെറ്റർ I. ഓക്കെ, വാൻ ഹോഫ് ഫാക്ടർ കാണാൻ 3 ഇക്വേഷൻസ് ഉണ്ട്. ദാറ്റ് ഈസ് വാൻ ഹോഫ് ഫാക്ടർ I is equal to normal molar mass divided by abnormal molar mass, or I is equal to observed colligative property divided by calculated colligative property, or I is equal to number of moles of particles after association or dissociation divided by number of moles of particles before association or dissociation. Okay, ഇതിനകത്ത് നോർമൽ മോളാർ മാസ് പറയുമ്പോൾ അത് അസോസിയേഷനോ ഡിസോസിയേഷനോ സംഭവിക്കുന്നില്ല എങ്കിൽ ഉണ്ടാകുന്ന മോളാർ മാസ് നമുക്ക് അതിന്റെ ഫോർമുല അറിയാമെങ്കിൽ ഫോർമുല ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോർമൽ മോളാർ മാസ്. അബ്നോർമൽ മോളാർ മാസ് പറയുമ്പോൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി മെഷർമെന്റിലൂടെ കണ്ടുപിടിക്കുന്ന മോളാർ മാസ് ആണ്. അതേപോലെ കാൽക്കുലേറ്റഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോഴും അവിടെ നമ്മൾ അസോസിയേഷൻ ഡിസോസിയേഷൻ ഇല്ല എങ്കിൽ ഉണ്ടാകുന്ന കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് കാൽക്കുലേറ്റഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ അസോസിയേഷനോ ഡിസോസിയേഷനോ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് എക്സ്പെരിമെന്റിലൂടെ കിട്ടുന്ന വാല്യൂവിലൂടെ കൊടുക്കേണ്ടത്. I കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് ഇതാണ്. Number of moles of particles after association or dissociation divided by number of moles of particles before association or dissociation. Okay, നമുക്ക് NaCl കേസില് NaCl ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ Na പ്ലസും Cl മൈനസും ആയിട്ട് മാറുന്നു. ഇവിടെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആഫ്റ്റർ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ പറയുമ്പോൾ എത്രയാണ്? ഒരു മോൾ NaCl ഒരു മോൾ Na പ്ലസും ഒരു മോൾ Cl മൈനസും ആയിട്ട് മാറുന്നു എന്ന് പറയുമ്പോൾ ഡിസോസിയേഷന് ശേഷമുള്ള പാർട്ടിക്കിളിന്റെ എണ്ണം 2 ആണ്. ഡിസോസിയേഷന് മുമ്പുള്ള പാർട്ടിക്കിളിന്റെ എണ്ണം 1 ആണ്. സോ ഹിയർ ദ വാല്യൂ ഓഫ് I കിട്ടും. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആഫ്റ്റർ ഡിസോസിയേഷൻ is equal to 2 divided by number of particles before dissociation is equal to 1. That is I is equal to 2 എന്ന് കിട്ടും. ഓക്കെ, കാൽസ്യം ക്ലോറൈഡിന്റെ കേസിലൊക്കെയാണെങ്കിൽ കാൽസ്യം ക്ലോറൈഡ് ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ഡിസോസിയേറ്റ് ചെയ്യുകയാണെങ്കിൽ 1 mole calcium chloride gives 1 mole Ca2 plus and 2 moles of Cl minus. Okay, and ഇവിടെ ഒരു മോള് 3 moles ആയിട്ടാണ് മാറുന്നത്. Therefore, the value of I, Van Hoff factor I, number of moles after dissociation is 3 divided by number of moles before dissociation is 1. That is I is equal to 3. അങ്ങനെയാണെങ്കിൽ ഇവിടെയോ AlCl3. Here 1 mole AlCl3 dissociate to form 1 mole Al3 plus and 3 moles Cl minus. Okay, what is the value of I? Here number of moles of particles after dissociation is 1 plus 3, 4 divided by number of moles of particles before dissociation is equal to 1, is equal to 4. For Al2SO4 thrice, aluminium sulfate. This one ionization we get 2 moles of Al3 plus and 3 moles of SO4 2 minus. So number of moles of particle after dissociation is equal to 5 divided by number of moles of particle before dissociation is equal to 1. So I is equal to 5. Okay, but in this case, here acetic acid associates in benzene. That is acetic acid undergo dimerization in benzene. Here number of particles after association is 1. Number of particles before association is equal to 2. So I is equal to number of particles after association divided by number of particles before association. That is 1 by 2. Okay, therefore we can generalize. That is, if there is association, the value of I is always less than 1. Okay, association സംഭവിക്കുകയാണെങ്കിൽ I യുടെ വാല്യൂ എപ്പോഴും less than 1 ആയിരിക്കും. അതേ സമയത്ത് if there is dissociation, the value of I is always greater than 1. ഓക്കെ, ഡിസോസിയേഷൻ സംഭവിക്കുകയാണെങ്കിൽ നോർത്താൽ മതി. ഡിസോസിയേഷൻ എന്ന് പറയുമ്പോൾ പാർട്ടിക്കിളുടെ എണ്ണം കൂടുകയാണ്. കൂടുമ്പോൾ ഐയുടെ വാല്യൂ കൂടും. ദാറ്റ് ഈസ് I greater than 1. If there is neither association nor dissociation, the value of I is equal to 1. Okay,
I is equal to 1 if there is no association or dissociation. The value of I less than 1 if there is association, and the value of I is greater than 1 if there is dissociation. ഇനി നമ്മൾ നേരത്തെ പഠിച്ച കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിനെ ഒന്ന് കറക്റ്റ് ചെയ്യണം. ഈ വാൻ ഹോഫ് ഫാക്ടർ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒന്ന് കറക്റ്റ് ചെയ്യാം. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ ഡെൽറ്റ പി ബൈ P1 0 is equal to N2 by N1 which is equal to W2 by W1 into M1 by M2. ഇവിടെ നമ്മൾ വാൻ ഹോഫ് ഫാക്ടർ കൂടി ഉൾപ്പെടുത്തുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച എല്ലാ ഇക്വേഷനെയും വാൻ ഹോഫ് ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. That is relative lowering of vapor pressure delta P by P1 0 is equal to I into N2 by N1 which is equal to I into W2 divided by W1 into M1 by M2. Similarly, elevation of boiling point delta TV is equal to I into kV into M or I into 1000 kV W2 divided by W1 into M2. Similarly, depression of freezing point delta TF is equal to I into KF into M or I into 1000 KF W2 divided by W1 into M2. Osmotic pressure pi is equal to I into CRT or I into W2 RT divided by M2 into P. അങ്ങനെ നമുക്ക് നേരത്തെ പഠിച്ച എല്ലാ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിനെയും കറക്റ്റ് ചെയ്യാം.